ഈ കഴിഞ്ഞ മാർച്ച് 8 ജാപ്പനീസ് മാധ്യമ ചാനലായ ഫിജി TV ഒരു സർവേ റിസൾട്ട് പുറത്തുവിട്ടു. ആ ഒരൊറ്റ വാർത്തയുടെ പുറത്ത് ഇന്റർനാഷണൽ ഓഡിയൻസ് വരെ ആ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു ചാനലിന് തലവര തന്നെ മാറ്റാൻ കേൾപ്പുള്ള ആ സർവേ റിസൾട്ട് എന്താണ് എന്നല്ലേ? ഇന്റർനാഷണൽ ഓഡിയൻസിനിടയിൽ ഏറ്റവും അധികം പോപ്പുലറായ ജാപ്പനീസ് ആനിമേസ് ഏതൊക്കെയാണ് എന്നതായിരുന്നു ആ സർവേ. ആ ലിസ്റ്റിൽ ഇടം പിടിച്ച ടോപ്പ് 3 ആനിമേസ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും അധികം ആരാധകരുള്ള, ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ദ ടോപ്പ് മോസ്റ്റ് ആനിമേ, ദ വൺ ആൻഡ് ഓൺലി ഡ്രാഗൺ ബോൾ സി. 1989 അക്കീറ ടോറിയാമ ക്രിയേറ്റ് ചെയ്ത മാസ്റ്റർ പീസ്. ഇന്റൻസ് ആയിട്ടുള്ള ആക്ഷനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഡെവലപ്മെന്റ്സുമുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ആനിമേ. ഹൈലി ഇന്റൻസ് ആയിട്ടുള്ള പോരാട്ട രംഗങ്ങളും ഓരോ പ്രതിസന്ധികളെയും മറികടന്ന് പേഴ്സണൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും ആഴമേറിയ കഥാവഴികളും ലോകമെമ്പാടുമുള്ള ഒരു ജനറേഷനെ തന്നെ ചെറുതായൊന്നുമല്ല സ്വാധീനിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ബോൾ സി ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനം അർഹിച്ചത് തന്നെയാണ്. ഡ്രാഗൺ ബോൾ സിക്ക് ശേഷം 2ാം സ്ഥാനം നേടിയിരിക്കുന്ന ആനിമെ 1997 സത്തോഷി താജിരി പുറത്തിറക്കിയ പോക്യുമോൻ എന്ന ആനിമയാണ്. ഒരുപറ്റം യങ് ട്രെയിനേഴ്സ് പോക്യുമോൻ എന്ന പേരുള്ള ക്രീച്ചേഴ്സിനെ ക്യാപ്ചർ ചെയ്യാനും ബാറ്റിൽ ചെയ്യാനുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. അവർ ലോകമെമ്പാടും യാത്ര ചെയ്യുകയും പല കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. സൗഹൃദവും അഡ്വഞ്ചേഴ്സും അതുപോലെ തന്നെ ജോയ് ഓഫ് ഡിസ്കവറിയും ഒക്കെയാണ് ഈ കഥയിലെ പ്രധാന തീംസ്. ഹൃദയത്തിൽ തടുന്ന നറേഷനും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ കാണിക്കുന്ന സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബാരൽസും ഈ കഥയെ വളരെ യുണീക്കാക്കുന്ന ചില എലമെന്റ്സ് ആണ്. പോക്യുമോന് തൊട്ടു പിന്നിൽ 3ാം സ്ഥാനം നേടിയിരിക്കുന്ന ആനിമയാണ് നറൂട്ടോ. ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നറൂട്ടോയ്ക്ക് കിട്ടും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. 2002 മസാഷി കിഷിമോറ പുറത്തിറക്കിയ നറൂട്ടോ എന്ന ആനിമേ നറൂട്ടോ ഉസുമാക്കി എന്ന അംബീഷ്യസ് ആയിട്ടുള്ള നിഞ്ചയെക്കുറിച്ചുള്ള കഥയാണ്. സ്വപ്നങ്ങൾ കാണാനും അത് നേടിയെടുക്കാനും ഒരു തലമുറയെ തന്നെ പഠിപ്പിച്ച കഥാനായകൻ. വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള പ്ലോട്ടും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഇമോഷണൽ ഡെപ്തുമുള്ള ഒരു സീരീസ്. പെർസെവറൻസ്, ലോയൽറ്റി, പെയിൻ ഓഫ് സോളിറ്റ്യൂഡ് മുതലായവയെക്കുറിച്ച് വളരെ ആഴത്തിൽ ഈ കഥയിലുടനീളം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, നറൂട്ടോ ഡിസേർവ് ടു ബി വൺ ഓഫ് ദ ടോപ്പ് 3. നറൂട്ടോയുടെ തൊട്ടു പിന്നിൽ 4ാം സ്ഥാനത്തുള്ള ആനിമെ വൺ പീസ് ആണ്. അതിന് പിന്നിൽ സെയിലർ മൂൺ, ഡീമൺ സ്ലെയർ, സ്വോർഡ് ആർട്ട് ഓൺലൈൻ, അറ്റാക്ക് ഓൺ ടൈറൻ, കൗബോയ് ബിബോപ്പ് ആൻഡ് ജുജുട്സു കൈസൺ എന്നീ ആനിമേസ് ആണുള്ളത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ലിസ്റ്റ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്തോ? ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്.